ഇത് ഒരു സാധാരണ കഥയല്ല, ഒരു ദിവ്യമായ അത്ഭുത കഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. കൈലാസത്തിൽ മാതാ പാർവതി സ്നാനത്തിനായി പോയപ്പോൾ ബാലഗണേശൻ വിശന്ന് കരയാൻ തുടങ്ങി. അവിടെയുണ്ടായിരുന്ന മനസ്വിനിയുടെ ഉള്ളിലെ മാതൃത്വം ഉണർന്നു. അവൾ സ്നേഹത്തോടെ ബാലഗണപതിയെ മുലയൂട്ടി. തിരികെ വന്ന മാതാ പാർവതിക്ക് ആദ്യം കോപം തോന്നി. നീ ഭൂമിയിൽ കൂളികുലത്തിൽ ജനിക്കട്ടെ എന്നവൾ ശഠിച്ചു. പക്ഷേ അവളുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ പാർവതീദേവിയുടെ മനസ്സലിഞ്ഞു. ഈശ്വരപുത്രൻ ഒരിക്കൽ നിന്റെ അരികിലെത്തും എന്നനുഗ്രഹിച്ചു. അങ്ങനെ അവൾ ഭൂമിയിൽ കൂളിവാകയായി ജനിച്ചു. ഒരു ദിവസം ഭഗവാൻ ശിവൻ ഭൂമിയിലെത്തി. ഒരു മധുരഗാനം കേട്ട് കൂളിവാകയെ കണ്ടു. അവളുടെ ലാളിത്യത്തിൽ ആകർഷിതനായി ശിവഭഗവാൻ മാതാ പാർവതി തന്നെ കൂളിവാകയുടെ രൂപത്തിലെത്തി. ആ ദിവ്യസംഗമത്തിൽ 400 പുത്രന്മാർ ജനിച്ചു. അവരാണ് ചാത്തന്മാർ. അവരിൽ ഏറ്റവും തേജസ്സുള്ള 2 ബാലന്മാർ, കരികുട്ടിയും വിഷ്ണുമായയും. 7 വയസ്സായപ്പോൾ നാരദനെത്തി സത്യം പറഞ്ഞു. നീ ശിവപാർവതികളുടെ പുത്രനാണ്. അത് കേട്ട വിഷ്ണുമായ കൈലാസത്തിലേക്ക് യാത്രയായി. പക്ഷേ കവാടത്തിൽ നന്ദി തടഞ്ഞു. അപ്പോൾ അവൻ തന്റെ മായാശക്തിയാൽ വിഷ്ണുരൂപം സ്വീകരിച്ചു. ആ ദിവ്യരൂപം കണ്ട നന്ദി വഴിമാറി. അകത്തു ചെന്ന ബാലൻ യഥാർത്ഥ രൂപത്തിൽ വന്ന് ശിവപാർവതികളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മകന്റെ ബുദ്ധിയും ശക്തിയും കണ്ട മഹാദേവൻ സന്തോഷിച്ചു. ഇനി മുതൽ നീ വിഷ്ണുമായ എന്നറിയപ്പെടും. തുടർന്ന് ദുഷ്ടനിഗ്രഹത്തിനായി എല്ലാ ആയോധനകലകളും മന്ത്രതന്ത്രങ്ങളും അവനെ പഠിപ്പിച്ചു. അസുരന്മാരെ നശിപ്പിക്കാൻ അവതരിച്ച വിഷ്ണുമായ സ്വാമി സ്വർഗം തെരഞ്ഞെടുത്തില്ല, ഭൂമിയെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. ഇന്നും പോത്തിനെ വാഹനമാക്കി, കുറുവടി ആയുധമാക്കി അധർമ്മത്തെ നശിപ്പിക്കുന്ന ദൈവമായി വിഷ്ണുമായ സ്വാമി ആരാധിക്കപ്പെടുന്നു. നമഃ. ഓം വിഷ്ണുമായ സ്വാമി നമഃ.